ടെസ്റ്റ് എല്ലാം കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. ചന്ദ്ര പൂർണ്ണ ആരോഗ്യതയാ. പക്ഷെ ന്യൂറോളജിസ്റ്റ് സ്വല്പം കൺഫ്യൂഷനിൽ. അതാ ഞാൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ചന്ദ്രയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം വിരൽത്തുമ്പെങ്കിലും ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ മതി. പിന്നെ ആ കുട്ടിയെ എങ്ങനെ രക്ഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അതുവരെ ഒരു പെർഫെക്റ്റ് ഡയഗ്നോസിസ് പ്രയാസമാണ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് സ്നേഹവും പ്രതീക്ഷയും ധൈര്യവും കൊടുക്കുക. അത് ഹസ്ബൻഡിന്റെ കടമ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. തന്നോടൊരു കാര്യം പറയാൻ മറന്നു. ലേഹയുടെ ഫോൺ ഉണ്ടായിരുന്നു, അവള് വരുന്നു. ആൽഫിയെ അന്വേഷിച്ചു. ആര്? കുട്ടിയുടെ മോള്. നിങ്ങൾ തമ്മിൽ നേരത്തെ പഠിച്ചോളൂ. പിന്നെ അവളല്ലായിരുന്നു ഇവരുടെ കല്യാണത്തിന് സപ്പോർട്ട്. ഞാൻ മോളെ വരാം. പുത്തൻകുരിശ് എന്ന് പറഞ്ഞ എറണാകുളത്തിനടുത്തുള്ള താനൊരു കാര്യം ചെയ്യും. ഫോണിൽ കൂടെ അനുവാദം കൊടുത്തിട്ട് അവിടെ നിന്ന് വിമാനത്തിൽ കയറി എങ്ങോട്ടെങ്കിലും പോവാൻ പറയണോ? ഞാൻ പറഞ്ഞാലും അവൾ ഇവിടെ വന്ന എല്ലാവരോടും യാത്ര ചോദിച്ചിട്ടേ ഉടക്കാൻ ഓരോന്ന് കേറി വന്നോളും. എടോ, ഈ പിശാച് കുൽഫിയെ കണ്ടിട്ടുണ്ടോ? അവളും ചന്ദ്രയും തമ്മിൽ അടയും ചക്കരയും പോലെ. അട ചക്കരയോട് പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളോ, അതോ അട നേരിട്ട് ആൽഫിയെ കണ്ടിട്ടുണ്ടോന്ന്? എനിക്കറിയില്ല. ഇടോ, നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരത മാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. ഓ, അത് ശരി. അപ്പൊ അവള് വരട്ടെ, അവൾ എന്നെ കാണട്ടെ. ഞാൻ ആൽഫി അല്ലെന്നുള്ളു പറയട്ടെ. അപ്പൊ നമുക്ക് രണ്ടുപേർ കൂടെ ജയിലിൽ കിടന്നേ ഭാരത മാതാക്കി ജയ്, ഭാരത മാതാക്കി ജയ് എന്ന് വെറുതെ എല്ലാ കയ്യങ്ങാനും. This is nothing. She's excellent. ഞാനും ഒരു പൊടി ഡോക്ടറല്ലേ, എനിക്കറിയില്ലേ. ഞാൻ ഇവിടുന്ന് പോവും മുമ്പ് ചന്ദ്രൻ നടന്നിരിക്കും. പിന്നെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം വേണം കേട്ടോ. എവിടെ എന്റെ ബ്രദറിൻലോ ആൽഫി ദ ഗ്രേറ്റ്? മോളെ, നീ അവനെ കണ്ടിട്ടുണ്ടാ? എനിക്കറിയില്ലേ എങ്ങനെയാണെന്ന്. അതെങ്ങനെ? ഞങ്ങൾ തമ്മില് കൊറേ കിന്നാരം പറഞ്ഞിട്ടുള്ളതല്ലേ ഫോണില്. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മാത്രമേ അവനെ നേരിൽ കണ്ടിട്ടുള്ളൂ അല്ലേ? അച്ഛനെപ്പോ കണ്ടു? ചന്ദ്രയുടെ കോണ്ടസാക്കാരുമായി വന്നപ്പോ അവര് തമ്മിൽ പരിചയപ്പെട്ടു അത്രേ. എന്നിട്ട് ഈ കളൻ അക്കാര്യം പറഞ്ഞത് ഇപ്പഴാ. ആളെവിടെ? രാവിലെ വന്നതാ. ഡോക്ടറെ കാണണമെന്ന് പറയണത് കേട്ടു. ഞാൻ പോയി നോക്കട്ടെ. എന്റെ അമ്മേ, തൽക്കാലം രക്ഷപ്പെട്ടു. അവളെ ആളെ കണ്ടിട്ടില്ല. ബാക്കി ഞാൻ നോക്കിക്കോളാം. താനൊന്ന് നിന്ന് തന്നാ മതി. വാടോ, നിന്ന് തന്നാ മതി. എത്തില്ലോ. ഇതാണ് ഞങ്ങളുടെ മോള്. ഇത് പറഞ്ഞ പോലെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഹലോ, ഹൗ ആർ യു? ഫൈൻ. ശബ്ദം ഇതെന്ത് പറ്റി? എന്ത് പറ്റി? ഫോണിൽ കേട്ടതുപോലെ അല്ലല്ലോ. അതെ അല്ലേ? പലരും പറയുന്നുണ്ട് എന്റെ ശബ്ദം അല്പം മാറിയിട്ടുണ്ടെന്ന്. ഈ ഒരു സൈനസ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ശരിയായി. അതെ, മെലിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട്. ആര് പറഞ്ഞു? ചന്ദ്ര മെലിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ ടെൻഷൻ കാരണം വണ്ണം വെച്ചു. ഇനി മെലിഞ്ഞോളൂ, ഇനി മെലിഞ്ഞോളൂ അല്ലേ? ചന്ദ്ര പറഞ്ഞു കേട്ടപ്പം ഞാൻ വിചാരിച്ചു നല്ല ഹൈറ്റുള്ള ആളാവുന്നു. ഹൈറ്റ് ഉണ്ടായിരുന്നു. ഓ, ടെൻഷൻ കാരണം കുറഞ്ഞു പോയതായിരിക്കും അല്ലേ? ലേഹ വളരെ ജോളിയാണല്ലോ. പിന്നെ എന്തൊക്കെ പറഞ്ഞു ചന്ദ്ര? പറഞ്ഞു കേക്കട്ടെ കേക്കട്ടെ. നീണ്ട മുടിയാണ് ആൽഫിക്കുന്നാണല്ലോ ചന്ദ്ര പറഞ്ഞത്. മുടി നമ്മുടെ ഇഷ്ടത്തിന് നീട്ടുകയോ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാലോ. ഇനി ഒന്നും ചോദിക്കണ്ട. ഒരു മിനിറ്റ്. എന്തൊക്കെ പുളുവാ ചന്ദ്ര ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഞാൻ ഇവളോട് പറഞ്ഞതാണ് ഇങ്ങനെ ഒന്നും പറയണ്ടെന്ന്. അപ്പൊ ഇവള് പറയാണ് അവള് ഈ വരട്ട്, അവളെ പറ്റിക്കാം, നമ്മളെ കാണുമ്പോ അവള് അന്നം വിട്ടു. നീ പറഞ്ഞ പോലെ എന്നെ സംഭവിച്ചു. മരമണ്ടി കുറെ പൊക്കമുണ്ടെന്നല്ലാതെ യാതൊരു ബുദ്ധിയില്ല. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? എനിക്ക് വയറ് ചിരിച്ചു വേദന. ഞാനിവിടെ നിൽക്കും. ഞാൻ പോയിട്ട് ഇന്നലെ ഒരു തമാശ ഞാൻ കേട്ടു. ഇവളുടെ ജാതകം എഴുതിയിട്ടുണ്ടോ? തന്റെ അവസാനം ഇവള് കാരണമാണെന്ന് അത് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടാവും.
താനെടുത്ത് വെച്ചൊന്ന് വായിച്ചു നോക്ക്. എന്തിനാടോ ഇങ്ങനെയുള്ളതിനെ കൊണ്ടാക്കുന്നത്?